നമ്മള് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്നും ജീവിതത്തിലെ വേദനയും വിഷമങ്ങളും മാത്രമായിരിക്കും ഗുരുവായൂരപ്പൻ തരണത്. അങ്ങനെ വിഷമങ്ങളും വേദനകളും തരുന്ന സമയത്ത് നമ്മളപ്പോ ആലോചിക്കും, എന്നും ഗുരുവായൂരപ്പനെ വിളിച്ച് പ്രാർത്ഥിക്കും, പക്ഷെ കണ്ണൻ നമ്മുടെ വിളി കേൾക്കണില്ലല്ലോ, എന്തേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ, എന്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെയൊക്കെ ഒരു വേദനയും വിഷമങ്ങളും കണ്ണൻ തരണത്, ഇനി ഞാൻ കണ്ണനെ വിളിക്കില്ല, കണ്ണനെ ഞാൻ വിശ്വസിക്കില്ല, പ്രാർത്ഥിക്കില്ല എന്നൊക്കെ നമ്മളിൽ പലരും പറയാറുണ്ട് അല്ലെ. എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം, എത്രയൊക്കെ പരീക്ഷണങ്ങള് നമ്മൾ അനുഭവിക്കേണ്ടി വന്നാലും കണ്ണൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല. ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ പറയുന്ന കാര്യമാണ്. എന്റെ ജീവിതത്തിൽ ഉണ്ടായ പല അനുഭവങ്ങളിൽ നിന്നും ഞാൻ വിശ്വസിച്ച് പറയുന്ന കാര്യമാണ്. അത് ഒരു പ്രാവശ്യമല്ല കേട്ടോ, പല പ്രാവശ്യം ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലർക്ക് ഇതൊക്കെ ഒരു തമാശയായിട്ട് തോന്നാം, വിശ്വാസമുള്ളവർക്ക് അതൊരിക്കലും അത് തമാശയായിട്ട് തോന്നില്ല. നമ്മൾക്കൊരു വിഷമഘട്ടം വരുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ട് നമ്മൾക്കൊരു സഹായം ചെയ്യുമെന്നല്ല ഞാൻ പറയണത്. നമ്മള് ഒരു വിഷമഘട്ടത്തിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ നമ്മളെ സഹായിക്കുക. അത് ചിലപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത് എന്തു തന്നെ ആയാലും നമ്മളെ സഹായിക്കാൻ ആരെയെങ്കിലും കണ്ണൻ നിയോഗിച്ചിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഒരു ആശുപത്രി വാസം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് തലേന്ന് പരിചയപ്പെട്ട ആൾക്കാരായിരുന്നു ഞങ്ങൾക്ക് സഹായത്തിനായിട്ട് വന്നത്. അവര് സ്വന്തം കൂടപ്പറപ്പിനെ എന്ന പോലെയാണ് ഞങ്ങളെ പരിപാലിച്ചത്. അപ്പോ കണ്ണന് അറിയാം നമ്മൾക്ക് ഇങ്ങനെ ഒരു വിഷമഘട്ടം വരും എന്നുള്ളതും നമ്മൾക്ക് ഒരു ആവശ്യത്തിനായിട്ട് ഒരാള് വേണം എന്നുള്ളതും എല്ലാം കണ്ണന് അറിയാം. അടുത്ത ഒരു കാര്യം എന്ന് പറയണത്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് അതിന് തടസ്സങ്ങൾ ഉണ്ടാക്കും. ഒരിക്കലും ആ കാര്യം നടക്കില്ല, അത് മുടക്കിക്കൊണ്ടേയിരിക്കും. ഫസ്റ്റ് എല്ലാം നമ്മൾക്കത് ഒരുപാട് വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം വരും, എന്താ ഇങ്ങനെയെന്നുള്ളത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ആ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളത്. അത് മുടങ്ങിയത് നന്നായി എന്നായിരിക്കും പിന്നെ നമ്മൾ ആലോചിക്കുന്നത്. ചെറിയ വിഷമങ്ങളെ ഫസ്റ്റ് നമ്മൾക്ക് തന്നാലും പിന്നെ അത് വലിയ സന്തോഷമായിരിക്കും നമ്മൾക്ക് കണ്ണൻ തരണത്. അതുകൊണ്ട് എനിക്ക് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടായാല് നമ്മൾ ഒരിക്കലും തളരരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ മറന്നേക്കുക. നാളെ എന്തോ വലിയ സന്തോഷം ഭഗവാൻ നമ്മൾക്ക് കാത്തു വെച്ചിട്ടുണ്ടാവും. അതിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.